ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേഷൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സ്ലീവ് ലെങ്ത്ത് 16 ഇഞ്ചാണ്, സ്ലീവിൻ്റെ വിഡ്ത്ത് 5.5, ആം ഹോൾ ലെങ്ത്ത് 10.5 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്നുണ്ടെങ്കിൽ സ്ലീവ് ലെങ്ത്തിൽ നമ്മളൊരു 1.5 ഇഞ്ച് കൂടുതൽ ആഡ് ചെയ്യണം. സീം അലവൻസ് ആണ് 1.5 ഇഞ്ച്. ഈ അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് മോൾ ഭാഗത്തെ ജോയിനിങ്ങിന് വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് സീം അലവൻസ് എടുത്തിരിക്കുന്നത്. പിന്നെ സ്ലീവ് വിഡ്ത്തിൻ്റെ കൂടെ നമ്മൾ എന്തായാലും സീം അലവൻസ് എക്സ്ട്രാ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് സ്ലീവ് വിഡ്ത്തിൻ്റെ കൂടെ എടുക്കാം. പിന്നെ ഒന്നുള്ളത് ആം ഹോൾ ലെങ്ത് ആണ്. ആം ഹോൾ ലെങ്ത് എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഫോൾഡ് സൈഡ്, നമ്മൾ തുണി മടക്കി ഇടുന്ന സൈഡ് ഇതാണ്. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത്, അതായത് ശരിക്കുള്ള ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച്. പിന്നെ അടിഭാഗത്തുള്ള ഇതാണ് വിഡ്ത്ത്. അപ്പോൾ കറക്റ്റ് അളവ് ഇവിടം വരെയാണ് വരിക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് സീം അലവൻസും. പിന്നെ ഈ ഒരു പാർട്ട് ബാക്ക് ഭാഗവും സ്ലീവിൻ്റെ ബാക്ക് പോർഷനും, ഈ ഒരു താഴേക്ക് ഇത്തിരി കുഴിച്ചു കെട്ടിയിരിക്കുന്നത് ഫ്രണ്ട് പോർഷനാണ്. ഇതുവരെയാണ് കറക്റ്റ് ആം ഹോൾ ലെങ്ത് വരുന്നത്. ഇവിടെ നിങ്ങോട്ട് നമ്മൾ എത്രയാണോ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീം അലവൻസ് എടുത്തിരിക്കുന്നത് അത്രേ നമ്മൾ ഇവിടെ നിന്ന് കൂട്ടുക. 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ നടുമടക്കിയിട്ടിരിക്കുകയാണ് ഞാൻ. ഇതൊരു ഭാഗം, ഇത് 2 ഭാഗം. ഇതിനി ഒന്നും കൂടി മടക്കുക. അപ്പോൾ 4 ഫോൾഡ് ആവും. ഇതിപ്പോൾ 2 ഫോൾഡാണ്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി നടുമടക്കി കഴിഞ്ഞാൽ 4 ഫോൾഡ് ആവും. അപ്പോൾ ഇങ്ങനെ 4 ഫോൾഡാക്കി ഞാൻ മടക്കിയിട്ടു. അപ്പോൾ ആദ്യം നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ചേർക്കും. അപ്പോൾ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 17.5, 16 പ്ലസ് 1.5 ഇഞ്ച് 17.5. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാനിതുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത്ര ഭാഗത്താണ് ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി വേണ്ടത്, ഇതിപ്പോൾ പ്ലസ് 1.5 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് 16 കറക്റ്റ് അളവ് 16 ഇഞ്ച്. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് 5.5 പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ കൂടുതൽ എടുത്തിട്ട് 6.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുക്കുകയാണ്. 6.5. അപ്പോൾ കറക്റ്റ് സ്ലീവിൻ്റെ വിഡ്ത്ത് പ്ലസ് 1 ഇഞ്ച് കൂടുതലെടുത്തു. ഈ അടിയിലേക്ക് അടി മടക്കി അടിക്കുന്ന 1 ഇഞ്ച് അവിടെയും ഞാനിപ്പോൾ ഇവിടെ 6.5 എടുത്തത്, അതിനേക്കാളും 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഞാനൊരു 7.5 ഇഞ്ച് കൂടുതലെടുത്തു. ഐ മീൻസ് 1.5 ഇഞ്ച് 1 ഇഞ്ച് കൂടുതലെടുത്തു. ഇവിടെ 6.5 എടുത്തപ്പോൾ ഇവിടെ അതിനേക്കാൾ 1 ഇഞ്ച് കൂടി അടിഭാഗത്ത് 1 ഇഞ്ച് കൂടി കൂടുതലെടുത്തിട്ട് 7.5 എടുത്തു. ഈ 2 ലൈനും തമ്മിലൊന്ന് യോജിപ്പിച്ചിട്ടു. ഇനി ക്യാപ്പ് ഹൈറ്റ്, അതായത് ഇവിടെ നിന്ന് മോളിൽ നിന്ന് നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതാണ് ക്യാപ്പ് ഹൈറ്റ്. ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചുരിദാറിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ച് വരുമ്പോൾ കൈയിൻ്റെ അടിഭാഗത്ത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ നിർത്തും. അതായത് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കൈക്കുഴിയുടെ അടിഭാഗത്തായിട്ട് ഇവിടെ നിർത്തും. അപ്പോൾ അവിടെ നിന്ന് ഈ മോളിൽ നിന്ന് ഇവിടെ നിന്ന് വരെയുള്ള ലെങ്ത്താണ് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ക്യാപ്പ് ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ നിന്നും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഈ 3.5 ഇഞ്ചിലേക്കാണ് ഇവിടെ നിന്ന് ഇവിടേക്കാണ് നമ്മൾ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. 10.5 എവിടെയാണോ കിട്ടുന്നത് ആ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ലൈൻ വരച്ചിടാം.
ഇവിടെ നിന്ന് 10.5 എവിടെ കിട്ടും നോക്കാം. 10.5 ഇവിടെയാണ് വരുന്നത്. പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ സീം അലവൻസ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് 1 ഇഞ്ച് ഉണ്ട്, കൂടുതൽ ഇല്ല കുറവില്ല. അപ്പോൾ 10.5 ഇവിടെയാണ് വരുന്നത്, അതിനേക്കാൾ 1 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ലൈനും ഇതും കൂടിയിട്ട് കറക്റ്റ് ഒന്ന് വരച്ചിടുക. മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, ഇതാ ഇങ്ങനെയാണത് ഞാനത് മാർക്ക് ചെയ്തിട്ടത്. ഇതിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ കാണുക. ഇതിൻ്റെ സെൻറ്റർ ഇപ്പോൾ 10.5 ആകുമ്പോൾ 5.25 ഞാൻ സെൻറ്റർ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക്, ആ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഈ ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് പലർക്കും പല ഇതായിരിക്കും, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ് 3.5. ഒരുവിധം എല്ലാവർക്കും 3.25 3.5 അത്രയാണ് എടുക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 2.5 2.25 ധാരാളമാണ്. വലിയ ആളുകൾക്കാണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്കൊക്കെ 3 3.25 3.5 അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ് 3.5. അപ്പോൾ അതാണ് ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എടുക്കുക. പിന്നെ ഇവിടെ നിന്നും അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മൂലയ്ക്ക് നിന്ന്, അതായത് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഈ ക്യാപ് ഹൈറ്റിൻ്റെ അവിടേക്ക് എവിടെയാണോ നമ്മുടെ ആം ഹോൾ ലെങ്ത്ത് കിട്ടുന്നത് അവിടേക്ക് അത് പോയിൻ്റ് ചെയ്തിട്ട് അത് ആ രണ്ട് ലൈനും കൂടിയിട്ട് ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണുക. സെൻറ്റർ കണ്ടതിന് ശേഷം മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് രണ്ടും കൂടിയിട്ടൊന്നുകൊണ്ട് യോജിപ്പിക്കുക. എവിടെയാണോ വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് യോജിപ്പിച്ചിടുക. ഇതാണ് ബാക്ക് ആം ഹോള്. ഫ്രണ്ട് ആം ഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്ന് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് വെട്ടുക. ഫ്രണ്ട് ആം ഹോളുമായി. ഇനി ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് നമ്മൾ സീം അലവൻസ് എടുത്തതിൻ്റെ അവിടെ നിന്ന് ഈ കൈ രണ്ടും ജോയിൻ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് ആം ഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പം തുണി ചീത്തവശമാണ് ഇട്ടിരിക്കുന്നത്, നല്ല ഭാഗമല്ല, ചീത്തവശമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തിൻ്റെയും ഫ്രണ്ട് വരുന്ന രീതിയിൽ വേണം ആം ഹോൾ കട്ട് ചെയ്യാൻ, ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതും നല്ല വശമാണ്, ഇത് ഒരു സ്ലീവാണ്, ഇത് അടുത്ത സ്ലീവാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും രണ്ടും എതിർദിശയിൽ വരുന്ന വേണം. ലെഫ്റ്റ് ഹാൻഡിനും റൈറ്റ് ഹാൻഡിനും ഫ്രണ്ടിലേക്കായിട്ട് വരണം. അപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വശവും ചേർത്ത് ഞാൻ ഇട്ടിട്ട് ഈ 2 പീസ് മാത്രം ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമാണ് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യേണ്ടത്. ബാക്കിലത്തെ ഭാഗം നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് നോക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. പുറത്തേക്ക് വരേണ്ടത് ഇതിൻ്റെ ചീത്തവശവും ബാക്കിൽ ഇതിൻ്റെ ചീത്തവശവും. അങ്ങനെ 2 ചീത്തവശങ്ങൾ പുറത്തേക്കും 2 നല്ല വശങ്ങൾ ഉള്ളിലും വരുന്ന രീതിയിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് ആം ഹോളും ഞാൻ കട്ട് ചെയ്തു. ഇനി അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതാ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗത്ത് ഞാനൊരു മാർക്കിങ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കളറിൻ്റെ പ്രശ്നം അങ്ങനെ അറിയില്ല. ഫ്രണ്ട് ആം ഹോൾ വരുന്നത് ഇങ്ങനെയാണ്.
ഇതാ ഈ ഒരു പോർഷനിലാണ് തുണി കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. ഫ്രണ്ട് ആം ഹോള് ഇങ്ങനെയും. അപ്പോൾ ഇത് ലെഫ്റ്റ് സ്ലീവും ഇത് റൈറ്റ് പാർട്ടും. ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും ഇതാ ഇവിടെ ഇത്രയും പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കും, ഈ ഒരു പോർഷൻ ബാക്കും, ഈ ഒരു പോർഷൻ ഫ്രണ്ടും. അപ്പോൾ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും സ്ലീവായിട്ടാണ് വരിക. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ, സ്ലീവ് കട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.